ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കുടുംബം, എല്ലാവർക്കുമുള്ള ക്രൈസ്തവ അഭിവാദ്യങ്ങൾ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും തിരുവഴുത്തുകൾ തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് 2-ാം വാക്യത്തിലെ ഒരു പദം മാത്രമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സുവിശേഷമാണ്. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന സമവീക്ഷണ സുവിശേഷങ്ങളിൽ പറയാത്ത നിരവധി സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് യേശുവിന്റെ മൗലിക ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന പേരിൽ നമുക്ക് 21 അധ്യായങ്ങളിലൂടെ ലഭിക്കുന്നത്. അത് മാത്രമല്ല, മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ യേശുവിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, യേശുവിന്റെ രാജകീയത്വം, അവന്റെ ദാസത്വം, അവന്റെ മനുഷ്യത്വം ഒക്കെ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആധികാരികമായി തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം എന്നതിൽ വിശ്വാസ സമൂഹത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിപ്പാൻ വേണ്ടി വായിച്ച ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ സംഭവം 1-ാം വാക്യം മുതൽ താഴേക്ക് നാം കാണുന്ന സംഭവം നിക്കോദിമോസിന്റെ ചരിത്രമാണ്. ഇതും നമുക്ക് സമവീക്ഷണ സുവിശേഷങ്ങളൊന്നും കാണുന്നില്ല. സ്തോത്രം. മത്തായി, മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്താത്തൊരു വിഷയമാണ് ഇവിടെ യോഹന്നാൻ വ്യക്തമാക്കുന്നത്. സ്തോത്രം. പുതുജനനം അഥവാ വീണ്ടും ജനനത്തെ സംബന്ധിച്ചുള്ള ഉപദേശത്തെ കർത്താവ് വ്യക്തമാക്കുന്ന ഒരു അധ്യായം കൂടെയാണ് ഈ 3-ാം അധ്യായം. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തെ പഠിച്ചാൽ 1-ാം അധ്യായത്തെ ഒരു മുഖവുരയായി നമുക്ക് കാണാം. 2-ാം അധ്യായം മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് യേശുവിന്റെ ഈ ഭൂമിയിലെ അക്ഷരീക ശുശ്രൂഷയെ നമ്മൾ കാണുന്നത്. 42ഓളം മാസങ്ങളിലുള്ള കർത്താവിന്റെ അക്ഷരീക ശുശ്രൂഷ. 13 മുതൽ 17 വരെ കർത്താവിന്റെ വിടവാങ്ങൽ സന്ദേശം മാളികമുറിയിൽ വെച്ച് നടക്കുന്നു. 18-ാമത്തെ അധ്യായം മുതൽ നാം കാണുന്നത് യേശുവിന്റെ ക്രൂശീകരണമാണ്, കഷ്ടാനുഭവം ക്രൂശീകരണമാണ്. നാം അത് 18, 19 അധ്യായങ്ങളിൽ കാണുന്നു. 20, 21 അധ്യായങ്ങളിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെയാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവിന്റെ ഉള്ളിൽ നൽകി തന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച യോഹന്നാൻ 3:2. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ രാത്രിയിൽ. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നതും രാത്രിയെ കുറിച്ചാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില രാത്രികളാണ് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ വിഷയം അതാണ്, യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില രാത്രികൾ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം, അവൻ രാത്രിയിൽ
അവൻ എന്ന് പറയുമ്പോൾ നിക്കോദിമോസ് ആണ്, നമുക്ക് വ്യക്തമാണ്. നിക്കോദിമോസ് യേശുവിനെ രാത്രിയിൽ വിസിറ്റ് ചെയ്യുന്ന വിഷയമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിലെ അതിപ്രധാനപ്പെട്ട 4 രാത്രികളാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മളൊന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത്. 5-മത്തെ ഒരു രാത്രി കൂടെ ഉണ്ട്, അത് അത്യാവശ്യമാണ്, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 4 രാത്രി കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ രാത്രി അതേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയും. അത് ഈ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്ന രാത്രി അല്ല. ആദ്യത്തെ രാത്രി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, 2-ാം അധ്യായത്തിലെ പ്രധാന വിഷയം കാനാവിലെ കല്യാണമാണ്. സ്തോത്രം. അപ്പം കാനാവിലെ കല്യാണ രാത്രിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ രാത്രി. യഹൂദന്മാരുടെ വിവാഹം നടക്കുന്നത് രാത്രിയിലാണ്. സ്തോത്രം. ഇപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അതേ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈവനിങ് ഒക്കെ ആക്കിയിട്ടുണ്ട്. രാത്രിയിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നോർത്ത് ഇന്ത്യ പലപ്പോഴും ഞാൻ സന്ദർശിച്ചപ്പോഴൊക്കെ രാത്രിയിലായിട്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം. യഹൂദന്മാരുടെ വിവാഹം നടക്കുന്നതെല്ലാം രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ കാനാവിലെ കല്യാണം നടന്നത്, അവിടെ 2-ാം അധ്യായത്തിൽ നാം കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ നടന്നത് ഒരു രാത്രിയിലാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാത്രിയെ ഒരു പേര് വിളിക്കാം. സ്തോത്രം. ഒരു പ്രതിസന്ധിയുടെ രാത്രി എന്ന് നമുക്കതിനെ പേര് വിളിക്കാം. 4 രാത്രികൾ ഞാൻ പറഞ്ഞു പോകും. സ്തോത്രം. ഒരു പ്രതിസന്ധിയുടെ രാത്രി. എന്തായിരുന്നു അവിടുത്തെ പ്രതിസന്ധി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, വീഞ്ഞ് ആ വീട്ടിലില്ല. 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുവിന്റെ അമ്മ പറയുന്നു, ആ വീട്ടിൽ വീഞ്ഞ് ഇല്ല. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരില്ലായ്മയാണ് അവിടുത്തെ പ്രതിസന്ധി. 2, ഒരു പോരായ്മയാണ് അവിടുത്തെ പ്രതിസന്ധി. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെയും കാരണം സാമ്പത്തികമില്ലായ്മ, സമാധാനമില്ലായ്മ, ദൈവകൃപയില്ലായ്മ, പല ഇല്ലായ്മകളുമാണ്. ആ ഇല്ലായ്മകൾ സൃഷ്ടിക്കുന്നത് പല രാത്രിയിലെയും ഉറങ്ങാൻ കഴിയാത്ത രാത്രികളാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ പ്രത്യേകത, ഒരു പ്രതിസന്ധിയുടെ രാത്രിയെ മണിക്കൂറുകൾ കൊണ്ട് ഒരാനന്ദത്തിന്റെ രാത്രിയാക്കി തീർത്ത കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ യോഗം കേൾക്കുന്നവരുടെ കൂടാരങ്ങളിൽ ചലിക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഇത് ചെറിയൊരു കാര്യമല്ല. സ്തോത്രം. എന്താണ് 30-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത്? സന്ധ്യയ്ക്ക് കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിലോ ആനന്ദ ഘോഷം വരുന്നു. സന്ധ്യയ്ക്കായിരിക്കാം കാനാവിലെ വീട്ടിൽ വിവാഹം ആരംഭിച്ചത്. സ്തോത്രം. ആ വിവാഹം ഒരു കരച്ചിലിലേക്കാണ് പോയത്. അവരുടെ ഇല്ലായ്മയും പോരായ്മകളും ഒരു വലിയ കരച്ചിലേക്കാണ് അവരെ കൊണ്ടുപോയത്. പക്ഷേ വിഷയം കർത്താവ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് കയറി വന്ന ആ കരച്ചിലിനെ മണിക്കൂറുകൾ കൊണ്ട് ഉഷസ്സിലേക്ക് എത്തുന്നതിന് മുൻപ് അവൻ ആനന്ദഘോഷമാക്കി തീർത്തു. ഇന്ന് രാത്രി ആരോടൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് ചില കരച്ചിലുമായി പിശാചി കയറി വരുന്ന ചില സന്ധ്യകളെ ഇന്ന് രാത്രിയിൽ മണിക്കൂറുകൾ കൊണ്ട് ഉഷസിന്റെ ആനന്ദമാക്കി തീർക്കാൻ ഈ രാത്രിയിൽ കുറുകിപ്പോകാത്തൊരു കരം ചലിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിന് ആമേൻ പറഞ്ഞുകൊള്ളുക. ചില പ്രതിസന്ധികളുടെ രാത്രികളെ ഈ രാത്രിയിൽ ദൈവാത്മാവ് അട്ടിമറിക്കുന്ന രാത്രിയായിരിക്കും. സ്തോത്രം. ഞാനിതൊരു സിമ്പിളായിട്ട് ഞാൻ ഒരിടത്തും ഈ മെസ്സേജ് പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇത് ഇന്ന്
ഇവിടെ നിന്ന് കുറച്ചു മുമ്പ് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചില കാര്യങ്ങൾ ചേർത്തിണക്കി പറയുകയാണ്. സ്തോത്രം. നിങ്ങളടുത്താണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത്. കത്തിയാൽ ഞാൻ പലയിടത്തും കൊണ്ടുപോകും. സ്തോത്രം. കോപ്പിറൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നമുക്ക് ഇവിടെ ഈ പ്രതിസന്ധിയുടെ രാത്രിയെ മാറ്റാൻ കർത്താവ് ചെയ്ത് എന്താണെന്നറിയോ? കർത്താവ് ഉള്ളതിനെ അല്പം കൂടെ നീട്ടുകയല്ല ചെയ്ത്, പിന്നെ ഒരു പുതിയ സൃഷ്ടി. ആരോടോ ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു, ഇപ്പോൾ നീ കണ്ടിട്ടില്ലാത്തതും ഇപ്പോൾ ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലാത്തതുമായ ചിലത് നിന്റെ വീട്ടിലെ പ്രതിസന്ധിയുടെ രാത്രി മാറ്റാൻ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊരു സൃഷ്ടി നിനക്ക് വേണ്ടി നടത്താൻ ഈ രാത്രിയിൽ യേശുവിന്റെ സാന്നിധ്യം ചില വീടുകളിൽ ചലിക്കാൻ പോകുകയാണ്. ആത്മനിയോഗമുള്ള ദൈവമക്കൾ നല്ല ആമേൻ പറഞ്ഞു. ഈ രാത്രിയിൽ നീ ചിന്തിക്കാത്ത ചിലതിനെ നിനക്ക് വേണ്ടി പ്രതിസന്ധിയെ മാറ്റാൻ സൃഷ്ടിച്ചെടുത്ത് നിന്റെ ഇല്ലായ്മകളെ നീക്കാൻ കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിൽ മൂവ് ചെയ്യുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. സ്തോത്രം. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ അവർക്ക് വീഞ്ഞാണ് ഇല്ലാതെ പോയത്. വീഞ്ഞ് ആനന്ദത്തെ കാണിക്കുക. യഹൂദന്മാരുടെ വിരുന്നുകൾ കൂട്ടാൻ കഴിയാത്ത, ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു വിഭവമാണ് വീഞ്ഞ്. അവരുടെ വീഞ്ഞ്, അവരുടെ സന്തോഷം, അവരുടെ ആനന്ദമാണ് നഷ്ടപ്പെട്ടു. പിശാചിന്റെ എപ്പോഴത്തെയും പ്ലാൻ നിന്റെ സന്തോഷത്തെ അപകരിക്കുക എന്നുള്ളതാണ്, നിന്റെ സമാധാനത്തെ അപകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ലോകം തരാത്ത സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. കാരണം നിന്റെ സന്തോഷം അപകരിക്കാൻ ഒരുവൻ നിന്റെ പിന്നാലെ ചലിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ അവന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ലോകം തരാത്ത സമാധാനം തരാൻ, നിന്റെ സന്തോഷത്തെ മടക്കി. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വീഞ്ഞു തീർന്നതോടുകൂടി അവരുടെ സന്തോഷം പോയി. കർത്താവ് പുതിയത് സൃഷ്ടിച്ചപ്പോൾ അവരുടെ സന്തോഷം മടങ്ങി വരികയാണ്. എങ്ങനെ മടങ്ങി വന്നു? പഴയ വീഞ്ഞാണ് തീർന്നതെങ്കിൽ ഇവിടെ അവർക്ക് വെളിപ്പെടുന്നത് പുതിയ വീഞ്ഞ. കർത്താവിനോട് പറയുന്നു, വിരുന്നുവാഴി വരെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരെണ്ണം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ രുചിച്ചിട്ടില്ല. ആത്മാവാരോടോ പറയുന്നു, നീ നഷ്ടപ്പെട്ട ആ സന്തോഷത്തെ കുറിച്ചോർത്ത് ദുഃഖിക്കരുത്. പകരം നിന്റെ ചരിത്രത്തിൽ നിന്റെ അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിൽ ഒരാളും ടേസ്റ്റ് ചെയ്യാത്ത ഒരു അസാധാരണകരമായ സന്തോഷത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരാൻ പോകും. 2025 നീ കയറിയത്, നിന്നെ ഈ ദൂത് കേൾപ്പിക്കുന്നത്, നിന്റെ പ്രതിസന്ധിയുടെ രാത്രികളെ നീക്കിയിട്ട് നിന്റെ ആനന്ദത്തിന്റെ രാത്രികളെ പുനഃസൃഷ്ടിക്കാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ചലിക്കുന്നു എന്ന് ദൈവാത്മാവ് ആധികാരികമായി ഇടപെടുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിന് നല്ല സ്തോത്രം ചെയ്ത് ആമേൻ. അപ്പോൾ തന്നെ 30-ാം സങ്കീർത്തനത്തിന്റെ സ്തോത്രം താഴേക്ക് നമ്മൾ വരുമ്പോൾ 11-ാം വാക്യത്തിൽ വരുമ്പോൾ 5-ാം വാക്യത്തിൽ സന്ധ്യയ്ക്ക് കരച്ചിലായിരുന്നു. പക്ഷേ കർത്താവ് അതിനെ ഉഷസ്സിലായപ്പോൾ ആനന്ദഘോഷം കൊണ്ടുവന്നു. പക്ഷെ 11-ാം വാക്യത്തിൽ വന്നപ്പം പറഞ്ഞു, ആ വിലാപത്തെ നൃത്തമാക്കിയെന്ന്. മനസ്സിലായില്ലേ? സന്ധ്യയ്ക്ക് കരച്ചിലുമായി കയറി വന്ന ചിലത്, അതിന്റെ ഉദ്ദേശം നിന്റെ വീട്ടിൽ വിലാപം വരുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ എന്റെ കർത്താവ് ആ വിലാപത്തെ നീക്കിയിട്ട് നൃത്തം വെളിപ്പെടുത്തുകയാ. നൃത്തം എൻജോയ്മെന്റിനെ കാണിക്കുകയാണ്, ആനന്ദത്തെ കാണിക്കുകയാണെങ്കിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ യെശയ്യാപ്രവചനവും സങ്കീർത്തനവും ഒക്കെ പഠിച്ചാൽ ഈ സന്ധ്യയ്ക്ക് പട്ടണത്തിലൂടെ കുരച്ചുകൊണ്ട് നടക്കുന്ന ചില ശക്തികളെ കുറിച്ച് സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്, യെശയ്യാപ്രവചനത്തിലൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, സന്ധ്യയ്ക്ക് ചില വീടുകൾക്കകത്ത് കരച്ചിലുകൾ കൊണ്ടുവന്ന് അത് വിലാപമാക്കാൻ നോക്കുന്ന പൈശാചിക പദ്ധതികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടിക്കളഞ്ഞിട്ട് നീ അറിയാത്ത നൃത്തം, നീ അറിയാത്ത ആനന്ദം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ലഭിക്കുന്നവർ ഇന്ന് രാത്രിയിൽ, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ രാത്രിയിൽ മൗനതകൾ വിട്ടുമാറിയിട്ട് അതരം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഇന്ന് രാത്രിയിൽ 2025 ചില രാത്രികൾ പ്രതിസന്ധിയുടെ രാത്രിയാക്കി നിന്റെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ, അത് നിന്റെ വീട്ടിൽ വിലാപങ്ങൾ സൃഷ്ടിക്കാൻ ദുഷ്ടൻ പ്ലാൻ ഒരുക്കുമ്പോൾ ഈ രാത്രിയിൽ കർത്താവ് അതിന്മേൽ വലിയ ജയം അയച്ചിട്ട് പ്രതിസന്ധിയുടെ രാത്രിയെ നൃത്തത്തിന്റെ രാത്രിയാക്കി തീർക്കുവാൻ, നൃത്തത്തിന്റെ പ്രഭാതമാക്കി തീർക്കാൻ, ആനന്ദത്തിന്റെ ഉഷസാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവ് പദ്ധതി ഒരുക്കുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ വിടുതലുകൾ എവിടെയൊക്കെയോ സംഭവിക്കുന്ന കാഴ്ച
ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില രാത്രികളെ കർത്താവ് ഈ രാത്രിയിൽ അതേ മേജർ ഷിഫ്റ്റുകൾ നൽകാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ രാത്രി നാം കണ്ട പ്രതിസന്ധിയുടെ രാത്രിയാണ്, കാനാവിലെ രാത്രിയാണ്. സ്തോത്രം. ഈ രണ്ടാമത്തെ രാത്രിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ രാത്രി നിശ്ചയമായി നമ്മൾ വായിച്ച കുറുവാക്യം തന്നെയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കണ്ട കുറുവാക്യം തന്നെയാണ്. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവൻ രാത്രിയിൽ. ഇവിടെ നിക്കോദിമോസ് യേശുവിനെ വിസിറ്റ് ചെയ്യുകയാണ്. ആ രാത്രിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് നിക്കോദിമോസ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഈ ഭാഗത്തുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു പരീശനായിരുന്നു. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ എന്നാണ്. 2, അദ്ദേഹം ഒരു പ്രമാണിയായിരുന്നു, റൂളർ. 3, അദ്ദേഹം ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നു. സ്തോത്രം. അദ്ദേഹം ഒരു നല്ല ഉപദേഷ്ടാവായിട്ടുള്ള ആളായിരുന്നു. കാരണം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ചോദിക്കുന്നുണ്ട്. സ്തോത്രം. 4, ന്യായപ്രമാണ പണ്ഡിതനായിരുന്നു. ഈ 3-4 വിശേഷതകളുള്ള ഒരു മനുഷ്യൻ. കൂടാതെ മറക്കാൻ കഴിയാത്ത വിശേഷത, അദ്ദേഹം യഹൂദന്മാരുടെ മതനീതി ന്യായ കോടതിയായ സെന്നദ്രി സംഘത്തിലെ അംഗത്വമുള്ളവനായിരുന്നു. ആട്ടെ, ഈ 3-4 അല്ലെങ്കിൽ 4-5 വിശേഷതകളുള്ള ഈ മനുഷ്യൻ യേശുവിനെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത് ഒരു രാത്രിയില്ല. സ്തോത്രം. എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം യേശുവിനെ വിസിറ്റ് ചെയ്യാൻ കാരണം ഇദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ യേശുവിനെ കുറിച്ചുള്ള വിലയിരുത്തുകൾ കൃത്യമാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തിലൊരു കാര്യം പറയാം. നിങ്ങൾ ദയവായി ആരെയും വിലയിരുത്താൻ പോകരുത്. കാരണം മനുഷ്യന്റെ നീതിയല്ല ദൈവത്തിന്റെ നീതി, മനുഷ്യന്റെ വിധിയല്ല ദൈവത്തിന്റെ വിധി. ഇനി നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തൽ കൃത്യമാണെന്നുള്ള ബോധ്യമുണ്ടാകും. ഇവിടെ നിക്കോദിമോസ് യേശുവിനെ വിലയിരുത്തിയത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഷാർപ്പായിരുന്നു. സ്തോത്രം. നമുക്കതൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിന്റെ സെക്കൻഡ് പോർഷൻ മുതൽ നോക്കാം. അദ്ദേഹം പറയാണ്, റബ്ബി. യേശുവിനെ വിളിച്ചത് റബ്ബി. ആരാ വിളിച്ചേ? ഇസ്രായേലിലെ ന്യായപ്രമാണ പണ്ഡിതൻ, ഇസ്രായേലിലെ ഉപദേഷ്ടാവ്. ഇദ്ദേഹം യേശുവിനെ വിളിക്കുകയാണ് റബ്ബി. റബ്ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഗുരു. അപ്പൊ നിക്കോദിമോസ് എന്ന ഈ ന്യായപ്രമാണ പണ്ഡിതൻ, ഈ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് യേശുവിനെ ആരായി അംഗീകരിച്ചു? ഗുരുവായി അംഗീകരിച്ചു. അതുകൊണ്ട് റബ്ബി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ വിലയിരുത്തല യേശുവിനെ കുറിച്ചുള്ളത്. പറയാ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വളരെ ഷാർപ്പല്ലേ? നീ വന്നത് എവിടുന്നാന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നാ വന്നിരിക്കുന്നത്. എനിക്കത് വളരെ കൃത്യമാണ്. കണ്ടോ എന്തൊരു വിലയിരുത്തലാ. അടുത്ത വിലയിരുത്തൽ എന്താ? ദൈവം നിന്നോടുകൂടി ഇല്ലെങ്കിൽ നിനക്ക് ഈ അടയാളങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതിനപ്പുറം എന്തോ വിലയിരുത്തൽ വേണം? ഇത്രയും യേശുക്രിസ്തുവിനെ കുറിച്ച് വിലയിരുത്തലുള്ള ആള്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ക്രിസ്റ്റോളജിയിൽ, ക്രിസ്തുശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദമുള്ള ആളാണ് നിക്കോദിമോസ്. ഈ പുള്ളിയോട് കർത്താവ് പറഞ്ഞത്, നീ വാതോരാതെ ക്രിസ്റ്റോളജി പ്രസംഗിക്കുന്നുണ്ട്, ക്രിസ്റ്റോളജി പ്രബന്ധം എഴുതുന്നുണ്ട്, നിനക്ക് എന്നെ കുറിച്ച് നല്ല വിലയിരുത്തലുണ്ട്, പക്ഷേ വേണ്ട കാര്യം നിനക്കില്ല. നീ ക്രിസ്റ്റോളജിയിൽ ബിരുദാനന്ദ ബിരുദമാണെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നിന്റെ ഷാർപ്പാണെങ്കിലും നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ നിനക്ക് കഴിയത്തില്ല. സ്തോത്രം. എനിക്ക് ഈ ഭാഗം പറയുമ്പം എൻ്റെ വിഷയം ഇതല്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം പോകുന്നില്ല. എൻ്റെ വിഷയം രാത്രി എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹം എന്തിനാണ് യേശുവിനെ രാത്രിയിൽ വിസിറ്റ് ചെയ്തത്? ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇതിനു മുമ്പേ റെഫർ ചെയ്തു.
അപ്പൊ ബൈബിൾ സ്കോളേഴ്സ് പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഇദ്ദേഹം ഈ രാത്രി വിസിറ്റ് ചെയ്തതിന്. ചില ആളുകൾ പറയുന്നത് ഈ സംവാദത്തിനും രണ്ട് പേര് തമ്മിൽ നല്ല കോൺവെർസേഷനൊക്കെ രാത്രിയാണ് നല്ലത്. കാരണം അന്തരീക്ഷമൊക്കെ നല്ല ശാന്തമായി കിടക്കുന്ന സമയമാകുമ്പം ബുദ്ധിയൊക്കെ ഷാർപ്പാകും എന്നാ പറയുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ചില പിള്ളേരോടൊക്കെ അമ്മമാർ പറഞ്ഞിട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ബുദ്ധിയൊക്കെ ഷാർപ്പാകും, നല്ല അന്തരീക്ഷം. ചില ചിന്തകന്മാർ പറഞ്ഞതാ. പക്ഷേ മറ്റു ചില ആളുകൾ അതിനോട് യോജിക്കുന്നില്ല. അവർ പറഞ്ഞ കാര്യം അതിനോടാണ് ഞാനും യോജിക്കുന്നത്. അവർ പറഞ്ഞത് വിഷയം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. നിക്കോദിമോസ് യേശുവിനെ രാത്രിയിൽ വിസിറ്റ് ചെയ്യാൻ കാരണം യഹൂദന്മാർ നിമിത്തം നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ രാത്രി വന്നത്. അപ്പം യഹൂദന്മാർ നിമിത്തമാണ്, അല്ലെങ്കിൽ യഹൂദന്മാരെ പേടിച്ചാണ് ഈ മനുഷ്യൻ രാത്രിയിൽ യേശുവിനെ വിസിറ്റ് ചെയ്തത്. കാരണം പകലെങ്ങാനും യേശുവിനെ വിസിറ്റ് ചെയ്താൽ യേശുവിന്റെ കൂടെയുള്ള ആളെങ്ങാനും ആയിട്ടെങ്ങാനും അറിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പൊസിഷൻ പോകും, സെന്നിധിരി സംഘത്തിൽ നിന്ന് ഔട്ടാകും, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവിൽ നിന്ന് ഔട്ടാകും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടാൽ മതി, പ്രശ്ന. അതുകൊണ്ട് യഹൂദന്മാർ നിമിത്തമാണ് ഇദ്ദേഹം രാത്രിയിൽ യേശുവിനെ വിസിറ്റ് ചെയ്തത്. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. സ്തോത്രം. പകൽ സമയത്ത് ഇഷ്ടം പോലെ സമയം ഉണ്ടായിട്ടും പകല് വരാതെ ഈ രാത്രിയിൽ വന്നതിന്റെ കാരണം തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭീതിയാണ്. അങ്ങനെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ രാത്രിക്ക് ഒരു പേര് കൊടുക്കാം, ഭീരുത്വത്തിന്റെ രാത്രി. ഭീരുത്വത്തിന്റെ രാത്രി. ഇന്ന് രാത്രി ഈ മെസ്സേജ് പറയുമ്പം യൂട്യൂബിലൂടെയൊക്കെ പലരും കേൾക്കും. ചില ഭീരുത്വത്തിന്റെ രാത്രികൾ പലരെയും കർത്താവിലേക്ക് വിടാതെ തടയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ വചനം അവരെ സ്വതന്ത്രമാക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നിങ്ങൾ ഈ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഒന്ന് യോഹന്നാൻ 6, 7, 8 നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് യോഹന്നാൻ 12 അധ്യായം പരിശോധിച്ചാൽ, പുരോഹിതന്മാര് പോലും പലരും യേശുവിനെ വിശ്വസിക്കുന്നായിരുന്നു. പക്ഷേ ഏറ്റുപറഞ്ഞില്ല താരം. എന്താ കാര്യം? അവരെല്ലാം ഈ ഭീരുത്വത്തിന്റെ രാത്രി കുടുങ്ങിക്കിടക്കുക. ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. യോഹന്നാൻ 12 അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 42 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 42 വാക്യം അതൊരു യെശയ്യാവ് പറഞ്ഞതിന്റെ ഒരു പ്രവചന നിവൃത്തി കൂടെയാണ്. 42 മാത്രം ഞാൻ വായിക്കാം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. അടുത്ത പദം, പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. ഇത് തന്നെയാണ് നിക്കോദിമോസിന് സംഭവിച്ചത്. മനസ്സിലായില്ലേ? പള്ളി ഭ്രഷ്ടരാകും, പള്ളിന്ന് പേര് വെട്ടുമെന്നോർത്ത് പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞില്ല. ഇങ്ങനെ പല ആളുകൾ ഇന്നും ഉണ്ട്. രാവിലെ കുർബാനയ്ക്കും പോകും, 10:30 ബന്ധക്കോസ് ചേർത്തിലും വരുന്ന കുറുക്കരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ കുറുക്കരെന്ന് തന്നെ വിളിക്കാം. അവർക്ക് അവിടെയും വേണം ഇവിടെയും വേണം. അവർ ഏറ്റുപറയാൻ തയ്യാറല്ല. കാരണം പള്ളി ഭ്രഷ്ടരാകും. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വല്യപ്പന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടാം. എന്നാ പിന്നെ നീ അവിടെ തന്നെ പോകും. അനി പാസ്റ്റർമാരെ പറഞ്ഞാൽ മതി, അവർക്ക് പിന്നെ ആള് കൂടിയാൽ മതി. എന്താണ് ഇവർ ഏറ്റുപറഞ്ഞു? ഇവിടെയും പറഞ്ഞു പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. എന്താ അതിന്റെ കാരണം? ഭീരുത്വം, ഭയം. കർത്താവിനോട് വളരെ ഗൗരവമായി പറയുന്നു, ചില ഭീരുത്വത്തിന്റെ രാത്രികളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഇതെത്ര ഭയാനകമായ ഒരു രാത്രി എന്നറിയാമോ? ഈ ഭീരുത്വത്തിന്റെ രാത്രി. നിക്കോദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം, നിക്കോദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ജയിച്ചടക്കുന്നവൻ, കീഴടക്കുന്നവൻ, ജയാളി എന്നൊക്കെയാണ്. പക്ഷേ
നിക്കോദിമോസ് എന്ന പേരിന്റെ അർത്ഥം ജയിച്ചടക്കുന്നവൻ, കീഴടക്കുന്നവൻ, ജയാളി എന്നൊക്കെ. ആള് ധീരൻ എന്നാണ് പേരിന്റെ അർത്ഥം. പക്ഷേ ആള് രാത്രിയിലേ വരത്തുള്ളൂ. ഭീരുവാണ്. സ്തോത്രം. ധീരൻ എന്നാണ് പേരിന്റെ അർത്ഥം. പക്ഷേ രാത്രിയിലേ വരൂ. ഭീരുത്വം അവനെ മൂടിയിരിക്കുക. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭീരുത്വത്തിന്റെ ആ വിഷയം ആദ്യം ആരംഭിക്കുന്നത് പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോഴാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് ആദ്യം ഭയം എന്ന പദം സൂചിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇനി രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, അതിനു മുമ്പ് അങ്ങനെ ഒരു ഇമോഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. ആദമിനും ഹൗവായിക്കും. ദൈവത്തിന്റെ മകനായ ആദമും മരുമകളായ ഹൗവായും വെയിലാറുമ്പോൾ ദൈവത്തിന്റെ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു തലമുറ. പക്ഷെ ഇപ്പോൾ പാപം അവരിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാൽപെരുമാറ്റത്തിന്റെ, എന്റെ വാക്കി പറഞ്ഞ കരിയിലെ അനങ്ങുന്ന ശബ്ദം കേട്ടതും അവർ ഭയം നൊളിക്കുകയാണ്. എങ്ങോട്ടാ ഭയം നൊളിച്ചത്? മരത്തിന്റെ മറവിലേക്ക്. നീ ഭയം നൊളിച്ച ആ മരത്തിന്റെ മറവിലേക്ക് നീ ഭയം നൊളിച്ചില്ലേ? നിന്നെ മറച്ചു വെച്ച, നിന്നെ ഭയം നിമിത്തം നിന്നെ മറച്ചു വെച്ച ആ മരമുണ്ടല്ലോ, അതിന്മേലാണ് യേശു തന്റെ ദേഹം വിരിച്ചു കിടന്ന് നിന്റെ ഭയം മാറ്റി പിതാവിങ്കിലേക്ക് നിന്നെ അടുപ്പിച്ചത്. സ്തോത്രം. അപ്പൊ ഇവിടെ പാപം നിമിത്തം മനുഷ്യനിൽ പ്രവേശിച്ച ആദ്യത്തെ ഇമോഷനാണ് എന്ത്? ഭയം. ഇനി അങ്ങനെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു വിടുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നരകത്തിൽ പോകാൻ പോകുന്നവരിൽ ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭയമുള്ള ആളുകളെ കുറിച്ചാണ്. അവിടെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 8-ൽ. സ്തോത്രം. നരകത്തിൽ പോകുന്ന കുറെ ആളുകളുടെ ലിസ്റ്റ്. അതിൽ ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഭീരുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഭയം നിന്നെ കൊണ്ട് എത്തിക്കാൻ പോകുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നറിയാമോ? രണ്ടാം മരണം എന്ന് പറയുന്ന, സ്തോത്രം, ആ നരകം. എന്നാൽ ഈ ഭയത്തിന്റെ പുറകിൽ ചലിക്കുന്നത് ഒരു പൈശാചിക സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് തിമത്യോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമത്യോസിനോട് പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാ. അപ്പം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് പറയുമ്പോൾ ഭീരുത്വം, ഭയത്തിന്റെ പുറകിൽ ഒരു ആത്മാവ് ചലിക്കുന്നുണ്ട്. എത്രയോ പേരാണെന്നറിയാമോ ഈ ഭയം നിമിത്തം ഈ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. തലേ രാത്രി വരെ എക്സാമിന് വേണ്ടി ഇരുന്ന് ഉറക്കളിച്ചെന്ന് പഠിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കഴിയുമ്പോൾ ഒരു വിറയലൊരു ഭയം, അതോടുകൂടെ എല്ലാം പോയി. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പേപ്പറിൽ മാർക്ക് വരുന്നില്ല. ചിലർക്ക് ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ ഭയം. ചിലർക്ക് ലിഫ്റ്റ് കയറാൻ ഭയം. ചിലർക്ക് ഫ്ലൈറ്റ് പോകാൻ ഭയം. സ്തോത്രം. ഇതിനെ ഫോബിയ എന്നാണ് മെഡിക്കൽ സയൻസ് വിളിക്കുന്നത്. ഈ രാത്രിയിൽ കർത്താവിനോട് പറയുന്നു, നിന്റെ ആത്മവിശ്വാസം, ധൈര്യം, നിന്നിലെ കൃപ, നിന്നിലെ എബിലിറ്റി, ഇതിനെ മുഴുവൻ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ഭയം, ആ ഭീരുത്വത്തിന്റെ രാത്രികൾ ചിലരുടെ കുടുംബങ്ങൾക്കകത്തുനിന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടിക്കളയാൻ പോകുക. ചിലന്തി വല നെയ്തി വെച്ചിരിക്കുന്നത് പോലെ പുറത്തു വരാതെയും പൊങ്ങി വരാതെയും ഇരിക്കാൻ ചിലരെ മൂടിയ ചില ഭീരുത്വത്തിന്റെ രാത്രികളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഒരു വാക്യം കൂടെ നിങ്ങളെ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കാം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സ്തോത്രം. അത് ഗൗരവമുള്ളൊരു വാക്യമാണ്. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം കിടപ്പുണ്ട്. സ്തോത്രം. നിങ്ങള് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം.
യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഭയത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്ന വിഷയമാണ്. സ്തോത്രം. ഭയത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്, സ്തോത്രം, ഈ ഭയം എന്ന് പറയുന്നത് നമ്മെ ദണ്ണിപ്പിക്കുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഭയം നമ്മെ ദണ്ണിപ്പിക്കുന്ന വിഷയമാണ്. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയം ആളുകളെ ദണ്ണിപ്പിക്കുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയേ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. കണ്ടോ, ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. കണ്ടിട്ടില്ലേ ചില ആളുകളോട്, ബ്രദർ നാളെ ഒരു അരമണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ മതി, രാവിലെ മുതൽ വയറിനൊരു അസ്വസ്ഥയാണ് അവർക്ക്. കാരണം ഒരു പ്രശ്നവുമില്ല. അതായിരുന്നു ഈ തിമത്യോസിനുണ്ടായിരുന്ന. പുള്ളിയോട് ഒരു പ്രോഗ്രാമിന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ മതി, പുള്ളിക്ക് വയറിന് ചെറിയ പ്രശ്നമാണ്, രാവിലെ മുതൽ പ്രശ്നമാവും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇടയ്ക്ക് ഇച്ചിരി വീഞ്ഞ്, ആ വയറിന്റെ പ്രശ്നം. ആക്ച്വലി ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസ്. അത് മനസ്സിന്റെ ഭയം ശരീരത്തെ ബാധിക്കുന്നതാണ്. വീട്ടിൽ കിടന്ന് എന്തൊക്കെ പിള്ളേരോട് ഒച്ച വെക്കാനോ അലറാനോ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. അരമണിക്കൂർ നാളത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു 15 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ മതി, രാവിലെ മുതൽ ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും. സ്തോത്രം. കാരണം ഭയം നിന്നെ ദണ്ണിപ്പിക്കും. ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിച്ചാൽ എവിടെയെങ്കിലും ഇടിക്കുമോ, നിന്നെ ദണ്ണിപ്പിക്കുക ഭയം. ആരോടൊക്കെയോ കർത്താവ് ഇന്ന് രാത്രി പറയും, നിന്റെ കഴിവുകൾ എവിടെ, നിന്റെ താലന്തുകൾ എവിടെ, നിന്റെ അഭിഷേകം എവിടെ? നീ പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് നിനക്ക് ശോഭിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ കാര്യം? പ്രാർത്ഥനക്കുറവോ ഉപവാസക്കുറവോ അല്ല, നിന്നെ ഭയം ദണ്ണിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ മൂടിയിരിക്കുന്ന ഭീരുത്വത്തിന്റെ ചില രാത്രികള് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വെട്ടിക്കളയുകയാണ്. നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഭീരുത്വത്തിന്റെ ചില രാത്രികളെ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നിക്കോദിമോസ് ഉണ്ടല്ലോ, അദ്ദേഹം അതിനെ ജയിച്ചു പുറത്തു വന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹം ജയിച്ചു പുറത്തു വന്നെന്ന് പറയാൻ കാരണം, സ്തോത്രം, നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഈ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരാം. ഈ നിക്കോദിമോസ് യേശുവിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം 7-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ നിക്കോദിമോസിനെ കാണുന്നത്. 7-ാം അധ്യായത്തിന്റെ സ്തോത്രം 50-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 50-ാമത്തെ വാക്യം. അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്. ഇവിടെ എന്താ വിഷയം എന്നറിയാമോ? ഇവിടെ പുരോഹിതന്മാരും സേവകരും ഒക്കെ കൂടിയിരുന്ന് യേശുവിനെ പിടിക്കാൻ വേണ്ടിയും യേശുവിനെ കൈവെക്കാൻ വേണ്ടിയൊക്കെ ഗൂഢാലോചന നടത്തുക. അപ്പൊ ആ കൂട്ടത്തിൽ ആരുണ്ട്? നിക്കോദിമോസ് ഉണ്ട്. കാരണം പുള്ളി സെനറ്റിൽ അംഗമല്ലേ. സ്തോത്രം. പുള്ളി യേശുവിന്റെ അടുക്കൽ രാത്രി വിസിറ്റ് ചെയ്യുന്ന ഇവരാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നിക്കോദിമോസ് അവരോട് പറയുന്നൊരു പദമുണ്ട് അവിടെ. സ്തോത്രം. ഒരു മനുഷ്യന്റെയും വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം വ്യക്തമാണ്, നിക്കോദിമോസ്, ആ പദം ശ്രദ്ധിച്ചേ, 53-ാം വാക്യത്തിൽ വന്നപ്പോ അങ്ങനെ ഓരോരുത്തർ താന്താന്റെ വീട്ടിൽ പോയി. എന്താ അതിന്റെ അർത്ഥം? നിക്കോദിമോസിന്റെ ഒരു ഒറ്റ വർത്തമാനത്തിൽ അവിടെ കൂടിയിരുന്ന സഭ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയ ഗൂഢാലോചന പൊളിഞ്ഞുപോയി. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് യാദൃച്ഛിക സംഭവിച്ചതല്ല. നിക്കോദിമോസിന് അറിയാം താൻ രാത്രി പോയി യേശുവിനെ വിസിറ്റ് ചെയ്തതും യേശുവിന്റെ വായിൽ നിന്ന് കേട്ട ലാവണ്യ വാക്കുകളും മർമ്മങ്ങളും ഒക്കെ പുള്ളിയുടെ അകത്ത് തിളക്കിയ കിടന്ന്. ഇത് പറയാൻ പറ്റും ആരോടെങ്കിലും ഇല്ല. അതുകൊണ്ടാണ് നിക്കോദിമോസ് പറഞ്ഞത്, ചുമ്മാതൊരു മനുഷ്യനെ പിടിക്കാനോ കൈവെക്കാനോ പാടില്ല. ന്യായപ്രമാണം പറയുന്നു, ഏതു മനുഷ്യനെയും നമ്മൾ ആദ്യം അവനെ വിളിച്ചു വരുത്തി അവന്റെ വാമൊഴി കേട്ടിട്ട് മാത്രമേ അവനെ എന്തെങ്കിലും ചെയ്യാവൂ എന്ന ന്യായപ്രമാണം പറയുന്നു. കണ്ട ആ ഒറ്റ വാക്കിൽ. അപ്പൊ യേശുവിന് വേണ്ടി പബ്ലിക്കിൽ സംസാരിക്കാൻ നിക്കോദിമോസ് തുടങ്ങി. അപ്പം ഭീരുത്വത്തിന്റെ കെട്ടെവിടെയോ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. തീർന്നില്ല, ഇനി നമുക്ക് കാണാം 19-ാം അധ്യായത്തിലേക്ക് വന്ന്. 19-ാം അധ്യായത്തിൽ, സ്തോത്രം, ഇതേ നിക്കോദിമോസിനെ നമ്മൾ കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ, സ്തോത്രം, 19-ാം അധ്യായത്തിൽ നിക്കോദിമോസിനെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ വരുന്ന അരിമത്യക്കാരനായ യോസഫിന്റെ കൂടെ
ആ ഡെഡ് ബോഡി സംസ്കരിക്കുന്ന വേളയിലാണ് നാം കാണുന്നത്. വായിച്ച് 19-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അഖിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. ഇത് പബ്ലിക്കിലാണ്, രഹസ്യമായിട്ടല്ല. ഇതുവരെ രാത്രിയിലായിരുന്നെങ്കിൽ ഇപ്പൊ രാത്രിയുടെ കെട്ടുപൊട്ടി. ഇപ്പം തന്റെ പബ്ലിക്കിൽ യേശുവിനെ സംസ്കരിക്കുവാൻ അരിമത്യക്കാരനായ യോസഫിന്റെ കൂടെ നിൽക്കുകയാണ്. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ ചോദിച്ചു, കർത്താവേ, നിന്റെ അടുക്കൽ രാത്രിയിൽ വന്ന ഈ മനുഷ്യന്റെ ഭീരുത്വത്തിന്റെ രാത്രിയെ നീ എങ്ങനെ പൊട്ടിച്ചു? കർത്താവ് ഒറ്റ പദം പറഞ്ഞു: ആ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുക. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യേശുവിന്റെ അടുക്കൽ നിന്ന് ആ രാത്രി പോയപ്പോൾ ഒരു ജനനം നടന്നിട്ടാണ് നിക്കോദിമോസ് പോയത്. സ്തോത്രം. ആ ജനനമാണ് നിക്കോദിമോസിന്റെ ഭീരുത്വത്തിന്റെ കെട്ട് പൊട്ടിച്ചത്. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് ഞാൻ പറയാം. സ്തോത്രം. നിന്റെ ഭീരുത്വത്തിന്റെ രാത്രിയുടെ കെട്ടഴിക്കാൻ ഏക പരിഹാരം, അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആത്മാവിനാലും വചനത്താലും ഒരു ജനനം നിക്കോദിമോസിന്റെ അകത്ത് നടക്കുകയും അവനെ ഭരിച്ച ഭീരുത്വത്തിന്റെ കെട്ടുപൊട്ടി. സ്തോത്രം. ഇന്ന് രാത്രി ആരോട് ഈ മെസ്സേജ് പറയുമ്പോൾ ഇതൊരു നിമിത്തം എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു നിയോഗമാണ്. ഈ മെസ്സേജ് നീ കേൾക്കുന്നത്. സ്തോത്രം. നിന്റെ വർഷങ്ങളായി നിന്നെ ഭരിച്ച, നിന്റെ വർഷങ്ങളെ നഷ്ടപ്പെടുത്തിയ ചില ഭീരുത്വത്തിന്റെ കെട്ട് ഇന്ന് രാത്രി പൊട്ടിക്കാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിനെ ടേക്ക് ഓവർ ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിന്നെ പിടിക്കാൻ പോകുകയാണ്. ഈ രാത്രിയിൽ അതോടുകൂടെ ചില ഭീരുത്വങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ചിലർ പുറത്തു വരുന്ന രാത്രി എന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്തോത്രം. മൂന്നാമത്തെ രാത്രിയിലേക്ക് പോകാം. സമയം നമ്മുടെ വളരെ കുറവാണല്ലോ. മൂന്നാമത്തെ രാത്രിയെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നാം മൂന്നാമത്തെ രാത്രി കാണുന്നത്. സ്തോത്രം. 13-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. സ്തോത്രം. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഇതാണ് മൂന്നാമത്തെ രാത്രി. സ്തോത്രം. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. ആര്? യൂദ. അപ്പോൾ രാത്രിയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് ഈ രാത്രിക്ക് ഒരു പേര് കൊടുക്കണം. ഒന്ന് നമ്മൾ കണ്ടു, പ്രതിസന്ധിയുടെ രാത്രി. 2, ഭീരുത്വത്തിന്റെ രാത്രി. മൂന്നാമത്തെ ഈ രാത്രിക്ക് നമുക്കൊരു പേര് കൊടുക്കാം. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഏതാണ് ഈ രാത്രി? സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈ രാത്രിക്ക് പൗലോസ് ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. അപ്പോൾ ഈ രാത്രിക്ക് ഒരു പേര് കൊടുക്കാം, യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. ഇതൊരു സുവിശേഷ യോഗം കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് ആ ഭാഗവുമായി കണക്റ്റഡ് ആണ്. സ്തോത്രം. യേശുവിന്റെ കൂടെ നടന്ന ഈ മനുഷ്യൻ ഈ ദുഷ്പ്രവർത്തി ചെയ്യാൻ സാത്താനാൽ ഉപയോഗിക്കപ്പെട്ട രാത്രി. ആ രാത്രിയാണ് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. സ്തോത്രം. യേശുവിന്റെ കൂടെ നടന്നവൻ, യേശു പണസഞ്ചി ഏൽപ്പിച്ചവൻ, യേശുവുമായി അടുത്ത് ഇടപഴകിയവനാണ് ഈ രാത്രിയുടെ കീഴിൽ അകപ്പെട്ടു പോയത്. എനിക്ക് യൂദായെ കുറിച്ച് യേശു പറഞ്ഞൊരു വാചകമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുക. സ്തോത്രം. നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. എന്നിട്ട് യേശു പറഞ്ഞൊരു പദമുണ്ട് യൂദായെ കുറിച്ച്, അവൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. ചാനലുകളിലൂടെ സുവിശേഷ പ്രസംഗം കേട്ടിട്ടും, വർഷാവർഷം കൺവെൻഷനിലൂടെ പ്രസംഗം കേട്ടിട്ടും, യൂട്യൂബിലൂടെ സുവിശേഷം കേട്ടിട്ടും
ഇന്നുവരെയും രക്ഷിക്കപ്പെടാതെ യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാതെ ഹൃദയം തഴമ്പിച്ച് നിത്യ നരകത്തിലൂടെ പോകുന്ന ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയെ നോക്കി കർത്താവ് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. നരകത്തിലേക്ക് പോകുന്ന ഓരോ ആളുകളെ കുറിച്ചും കർത്താവിന് ഇതേ പറയാനുള്ളൂ, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ചില ആളുകള് യൂദായെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂദാ ഉള്ളത് കൊണ്ടല്ലേ യേശുവിനെ ഒറ്റ കൊടുക്കാൻ ആളായത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പഴയ നിയമത്തിലെ യൂദായെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കാൻ വേണ്ടിയല്ലേ യൂദാ ഉപയോഗിച്ചത്. സത്യം ഞാൻ നിങ്ങളോട് പറയാം, പഴയ നിയമത്തിൽ എഴുതിയിരുന്നത് കൊണ്ടല്ല യൂദാ യേശുവിനെ കാണിച്ചു കൊടുത്തത്. പിന്നെ എഴുതിയത് കൊണ്ട് കാണിച്ചു കൊടുത്തതല്ല, കാണിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ട് എഴുതിയതാണ്. ആദ്യവും അന്ത്യവും അറിയാവുന്ന ദൈവം, ആരംഭവും അവസാനം അറിയാവുന്ന ദൈവം യൂദാ യേശുവിനെ കാണിച്ചു കൊടുക്കുമെന്ന് തന്റെ സർവ്വജ്ഞാനത്വത്തിൽ അറിഞ്ഞിട്ടാണ് ദാവീദിനോടും സക്കറിയാവിനോടും ഒക്കെ പറഞ്ഞത്, നിങ്ങൾ പ്രവചിക്ക്, എന്റെ സ്നേഹിതൻ എന്നെ കാണിച്ചു കൊടുക്കും, 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുക്കും എന്ന് പ്രവചിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എഴുതിയത് കൊണ്ടല്ല കാണിച്ചു കൊടുത്തത്, കാണിച്ചു കൊടുക്കും എന്ന് ദൈവത്തിന് മനസ്സിലായത് കൊണ്ടാണ് ദൈവം അങ്ങനെ ദാസന്മാരിൽ കൂടെ, തന്റെ ദാസന്മാരിൽ കൂടെ എഴുതിപ്പിച്ചത്, പ്രവചിപ്പിച്ചത്. ഈ രാത്രിയുടെ ഒരു പ്രത്യേകതയുണ്ട്, കർത്താവിനെ കാണിച്ചു കൊടുത്ത ഈ രാത്രിയുടെ ഒരു പ്രത്യേകത. ഈ രാത്രിയിൽ കണ്ണം വാങ്ങിയിട്ടുള്ള യൂദാ പോവുക, വിട്ടുപോകുക. ആരെ വിട്ടാ പോകുന്നത്? യേശുവിനെ വിട്ടുപോകുകയാ, അപ്പോസ്തലന്മാരെ വിട്ടുപോകുകയാ. എങ്ങോട്ടാ പോകുന്നത്? ഇരുട്ടിലേക്ക് പോകുകയാ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുകയാ. യേശുവിനെ വിട്ടുപോകുന്നവന്റെ എല്ലാ അവസ്ഥ ഇതാണ്, നീ പോകുന്നത് ഇരുട്ടിലേക്കാണ്. സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂദാ 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ യൂദായ്ക്ക് ആ പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. യൂദാ പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കാരണം എന്താണ്? തന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചത് കണ്ടപ്പോഴാണ് താൻ ആ പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കുന്നത്. എന്താ താൻ പ്രതീക്ഷിച്ചത്? ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അതെന്റെ അനുമാനമാണ്. യൂദാ പല പ്രാവശ്യം യേശുവിനെ കണ്ടിട്ടുണ്ട്. എന്താ? യഹൂദന്മാർ പിടിക്കാൻ വന്നപ്പോഴൊക്കെ യേശുവോ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. യൂദാ വിചാരിച്ചു യേശു ഒഴിഞ്ഞു പോവുകയും ചെയ്യും, രക്ഷപ്പെടുകയും ചെയ്യും, എന്റെ പോക്കറ്റ് 30 വെള്ളിക്കാശ് കിടക്കുകയും ചെയ്യും. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി യേശു അങ്ങോട്ട്, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടികൊടുക്കുമ്പോഴാണ് യൂദായുടെ പ്രതീക്ഷ പൊളിഞ്ഞത്. യൂദാ, സ്തോത്രം, യൂദാ ഒരു കരച്ചില് കരയുന്നുണ്ട്. കെട്ടി ഞാന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു കരച്ചില് കരയുന്നുണ്ട്. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു, അതിനാൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് അവർ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സുവിശേഷങ്ങളിൽ ഒരു പദം പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? സാത്താൻ യൂദയിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, ആ രാത്രിക്ക് കർത്താവിനെ കാണിച്ചു കൊടുത്തിയ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സാത്താൻ യൂദയിൽ പ്രവേശിച്ച രാത്രി. എന്നോട് ദൈവാത്മാവ് വളരെ കൃത്യമായി പറയും, പുറത്തുനിന്നുള്ളവരല്ല സാത്താൻ പ്രവേശിച്ചത്, ഏറ്റവും അടുത്തയാളിൽ, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളിൽ സാത്താൻ പ്രവേശിച്ച രാത്രി. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി ജയം പ്രാപിച്ചോണം. നിന്റെ ഭാര്യയാകാം, ഭർത്താവാകാം, കുഞ്ഞുങ്ങളാകാം, നിന്റെ സഭയിലുള്ളവരാകാം, ദൈവഹിതത്തിന് വിരോധമായി, നിനക്ക് വിരോധമായി ചലിക്കുവാൻ, ചിലരിൽ പ്രവേശിക്കാൻ പിശാച് കരുനീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിനെ ആത്മമണ്ഡലത്തിൽ ജയിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? സ്തോത്രം.
മറ്റൊരു പദപ്രയോഗം കൂടെ ഉണ്ട് അവിടെ. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദയെ തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പദപ്രയോഗം കൂടെ ഉണ്ട്. അപ്പം സാത്താൻ ഒരാളിൽ പ്രവേശിച്ചാൽ പല തോന്നലുകൾ വരുത്തും. ശരിയല്ലേ? ചില കുടുംബങ്ങളുടെയൊക്കെ തകർച്ചയുടെ പുറകിൽ ഉള്ളി പൊളിച്ച വിഷയമുള്ളൂ. എന്താ കാര്യം? ഭർത്താവും അമ്മയും കൂടെ എന്തോ വർത്താനം പറഞ്ഞിട്ട് ഭാര്യയെ ചുമ്മാ നോക്കി, വീണ്ടും വർത്താനം പറഞ്ഞിട്ട് നോക്കി. ഭാര്യയുടെ വിചാരം എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു, അവര് പറഞ്ഞത് വേറെ എന്തോ കാര്യമാണ്. കണ്ടോ? ആ ഒരു തോന്നലിലാണ് ചില വീടിനകത്ത് മഹോദരവകാലം തുടങ്ങിയത്. സ്തോത്രം. ഈ രാത്രിയിൽ ചില തോന്നലുകളിലാണ് ചില സഭകൾ പൊട്ടിയത്. ചില തോന്നലുകളിലാണ് ചില മിനിസ്ട്രികൾ പൊളിഞ്ഞത്. സ്തോത്രം. ചില തോന്നലുകളിലാണ് കരുത്തന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ വന്നത്. ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് ആധികാരികമായി പറയുന്നു, സാത്താൻ ചിലരിൽ പ്രവേശിപ്പിച്ച് ചില തോന്നലുകളിലൂടെ ചിലതിനെ അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചില രാത്രിയുടെ വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ചില വീടുകൾക്കകത്ത് സാത്താൻ പ്രവേശിക്കാൻ വേണ്ടി അതേ പദ്ധതി ഒരുക്കുന്ന ചില രാത്രികളെ ദൈവാത്മാവ് ഇന്ന് ക്യാൻസൽ ചെയ്യുമെന്ന് ഇടപെടുന്നു. സ്തോത്രം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സ്തോത്രം, യൂദായിക്ക് യേശുവിനെ കുറിച്ച് നല്ല അറിവായിരുന്നു. പക്ഷേ യേശുവിൽ താൻ വിശ്വസിച്ചില്ല. അറിവ് ആരെയും രക്ഷിക്കത്തില്ല, വിശ്വാസമാണ് രക്ഷിക്കുന്നത്. സ്തോത്രം. ഒത്തിരി ആൾക്ക് അറിവുണ്ട്, ഭയങ്കര അറിവല്ലേ? സ്തോത്രം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് യേശുവിനെ കുറിച്ച് ഭയങ്കര അറിവല്ലേ? സ്തോത്രം. രാഷ്ട്രീയക്കാർക്കെല്ലാം ഭയങ്കര അറിവാ. പക്ഷേ അറിവ് ആരെ രക്ഷിക്കത്തില്ല, വിശ്വാസമാണ് രക്ഷിക്കുന്നത്. സ്തോത്രം. യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യൂദ എങ്ങോട്ടാണ് പോയത്? സ്തോത്രം. യൂദ എങ്ങോട്ടാണ് പോയത്? അവൻ വലിയ ഇരുട്ടിലേക്കാണ് പോയത്. സ്തോത്രം. പിന്നെ യൂദ ഒരു നല്ല പകൽ വെളിച്ചം കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഒരു രാത്രിയിൽ സാത്താൻ അവനെ ട്രാപ്പിലാക്കി കളഞ്ഞു. ഇന്ന് രാത്രിയിൽ ഇങ്ങനെയുള്ള ചില രാത്രികളെ കർത്താവ് ചിലരുടെ ലൈഫിൽ നിന്ന് ശാസിക്കാൻ പോകുകയാണ്. ചില ട്രാപ്പുകളുടെ രാത്രികളെ നീ അറിയുന്നില്ല. അടുത്ത മണിക്കൂറിൽ നിന്നെ പരസ്യക്കൊലമാക്കാൻ, അടുത്ത മണിക്കൂറിൽ നിന്നെ വലിച്ചു കീറാൻ ശത്രു നിനക്ക് ചുറ്റും ചില രാത്രികളിൽ ഒരുക്കുന്ന ട്രാപ്പുകളെ ഈ യോഗത്തിൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്ന രാത്രിയാണ്. വിശ്വസിച്ച് ആമയും പറയുമ്പോൾ തന്നെ നീ അറിയാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിൽ സംഭവിക്കുന്നുവെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. നാലാമത്തെ രാത്രി കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കട്ടെ. സ്തോത്രം. പ്രതിസന്ധിയുടെ രാത്രിയും ഭീരുത്വത്തിന്റെ രാത്രിയും കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയും കടന്ന് നാലാമത്തെ രാത്രി. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 3 വാക്യം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു, ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നാലാമത്തെ രാത്രിയുടെ പേര് പിന്മാറ്റക്കാരന്റെ രാത്രി. സ്തോത്രം. ഇവിടെ നിങ്ങൾക്ക് 2 വാക്യത്തിൽ 7 പേരെ കാണാം, 7 പിന്മാറ്റക്കാരെ കാണാം. 1 ശീമോൻ പത്രോസ്, 2 തോമസ്, 3 നഥനിയേല്, 4 5 സെബദി മക്കൾ 2 പേര്, മൊത്തം 5 പേര്. പിന്നെ ശിഷ്യന്മാരിൽ വേറെ 2 പേര്, മൊത്തം 7 പിന്മാറ്റക്കാരെയാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. പക്ഷെ 7 പിന്മാറ്റക്കാരുടെ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ 3 വാക്യം അവസാനിക്കും പറയും, രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പിന്മാറ്റക്കാരനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ രാത്രി ശൂന്യതയുടെ രാത്രിയായിരിക്കും. യേശു ഇല്ലാത്ത നിന്റെ രാത്രികൾ ശൂന്യതയുടെ രാത്രി എന്ന് പിന്മാറ്റക്കാരോട് ദൈവാത്മാവ് പറയുന്നു. ഇനി നിങ്ങൾ ഓർത്തു വയ്ക്കേ, പണ്ട് പത്രോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതുപോലൊരു രാത്രി ഉണ്ടായി. ലൂക്കോസ് 5 രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇന്നലകളിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായ അതേ രാത്രിയിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞത് എനിക്ക് വന്നിരിക്കുകയാണ്. അത് പിന്മാറ്റത്തിലേക്ക് താൻ വന്നപ്പോൾ
ഇന്നലകളിലെ ശൂന്യതകൾ തന്നിലേക്ക് ഇരച്ചു കയറുകയാണ്. ഒരു വെളിപ്പാട് കർത്താവിനോട് പറയുന്നു. ഈ കഴിഞ്ഞ 42 മാസം നീ യേശുവിലൂടെ നടന്നപ്പോൾ എവിടെങ്കിലും നീ ശൂന്യത അനുഭവിച്ചോ? എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് ബുദ്ധിമുട്ട് വന്നോ? കരം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ യേശു അത് പരിഹരിച്ചില്ലേ? നിന്റെ എല്ലാ കാര്യവും. പക്ഷെ ഇപ്പോൾ എന്താണ് ഈ ശൂന്യത നിന്നിലേക്ക് കയറി പറ്റിയത്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ശൂന്യത എന്താണ് ഇപ്പോൾ നിന്നിലോട്ട് വന്നത്? ഒറ്റ കാര്യം, അത് ഇപ്പോൾ നീ യേശു ഇല്ലാത്ത പിന്മാറ്റക്കാരന്റെ ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില പിന്മാറ്റക്കാരുടെ ശൂന്യതയുടെ രാത്രിയെ പരിഹരിക്കാൻ ഇന്ന് രാത്രി കർത്താവ് ചിലരുടെ കൂടാരങ്ങൾക്കകത്ത് അത് എൻട്രി ആകുന്ന രാത്രി എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. എനിക്കൊരു 2 മണിക്കൂർ പറയാനുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. സ്തോത്രം. ഈ രാത്രി അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? 4-ാം വാക്യം പറയുന്നു, പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. സ്തോത്രം. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. എനിക്ക് ഈ രാത്രിയെ മറ്റൊരു പേരുകൂടെ വിളിക്കാനുണ്ട്. സ്തോത്രം. പിന്മാറ്റക്കാരന് വേണ്ടി കരുതലിന്റെ രാത്രി എന്ന് എനിക്കിത് വിളിക്കാം. എന്താണ് കരുതിയത്? സ്തോത്രം. കരയിൽ നിന്ന് യേശു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ ആ പടകിന്റെ വലതുഭാഗത്ത് വീശ്. പെരുപ്പം ഹേതുവായി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, രക്ഷിക്കപ്പെടുത്താൻ പത്രോസിന്റെ പടകിനെ പണ്ട് ദൈവം നിറച്ചു. ഇപ്പൊ പിന്മാറ്റത്തിന് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് നിറമില്ലാതൊരു മടങ്ങിവരം ഉണ്ടാകത്തില്ല ദൈവത്തിന് അറിയാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടുത്താൻ മാത്രമല്ല, പിന്മാറ്റത്തിന് നിന്നെ തിരിച്ചു പിടിക്കാനും നിന്റെ പടക് നിറയ്ക്കാൻ കർത്താവിന് അറിയാമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഒരു പദം പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. തണുത്തു വിറച്ച് കയറി വരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി തീക്കനൽ ഒരുക്കിയിരിക്കുക. നിന്റെ ശരീരത്തിന്റെ കുളിര് മാറ്റാൻ ആദ്യം തീക്കനൽ. 2, ഇനി അവര് പിടിച്ചോണ്ട് വന്ന മീൻ 153 വലിയ മീനുണ്ടായിരുന്നു. കർത്താവ് പറയാ, കുഞ്ഞുങ്ങളെ ഇപ്പൊ പിടിച്ചോണ്ട് വന്ന 153 മീനിൽ 2 മീനിങ് എടുത്ത് നമുക്കത് ഫ്രൈ ചെയ്യാന്നല്ല പറഞ്ഞത്. പിന്നെ നീ പിടിക്കാത്ത മീൻ, നിന്റെ വലയിൽ കേറാത്ത മീൻ, നീ കാണാത്ത മീൻ, തീക്കനലിൽ നിനക്ക് വേണ്ടി അപ്പവും അടയും മീനും റെഡിയാക്കി വെച്ചിരിക്കുക. ദൈവാത്മാവിനോട് പറയുന്നു, നീ പിടിച്ചതല്ലേ നീ കണ്ടുള്ളൂ, നീ പിടിക്കാത്ത ചിലതിനെ നിനക്ക് വേണ്ടി ഡിന്നർ ആക്കി വെച്ചിരിക്കുന്ന കർത്താവിനെ ഈ രാത്രി പിന്മാറ്റക്കാരനാണെങ്കിലും നിന്നെ കരുതുന്നതിൽ എന്റെ കർത്താവ് പുറകോട്ട് പോയിട്ടില്ല. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? നീ പിന്മാറിയെങ്കിലും അവന്റെ സ്നേഹത്തിന് ഇന്നും യാതൊരു വിധമായ മാറ്റവുമില്ല. ഗതിഭേദങ്ങൾ ആച്ഛാദനമില്ലാത്ത ദൈവം. സ്തോത്രം. ഒരു പദം പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. സാധാരണ പിന്മാറിപ്പോയ ആളുകളെ എന്താ വിളിക്കേണ്ടത്? ഇവിടെ എന്താ യേശു വിളിച്ചെന്നറിയാമോ? കുഞ്ഞുങ്ങളെ. 5-ാം വാക്യത്തിൽ വിളിക്കുക, കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങളെ എന്നാണോ പിന്മാറിപ്പോയവനെ എന്നാ വിളിക്കുന്നത്? നമ്മളാണ് എന്താ വിളിക്കുന്നത്? പിന്മാറിപ്പോയ നമ്മൾ എന്നാ വിളിക്കുക? ആ പാപി, നമ്മുടെ കൂടെ നിന്ന് എല്ലാ നന്മയും അനുഭവിച്ചിട്ട് സ്ഥലം വിട്ടു പറയും. യേശു വിളിച്ചത് കുഞ്ഞുങ്ങളെ. ആ വിളിക്കാത്തൊന്ന് സ്നേഹം. 2, ആ വിളിക്കാത്തുള്ളത് ഇവരുടെ പക്വതയില്ലായ്മയാണ്. കുഞ്ഞുങ്ങളെ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ ആത്മിക ശൈശവത്തിൽ നിൽക്കുക, ഇതുവരെ വളർച്ച ഉണ്ടായിട്ടില്ല, പുരുഷത്വത്തിലേക്ക് വളർന്നിട്ടില്ല. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 3 പദപ്രയോഗങ്ങളുണ്ട്. 1 കുഞ്ഞുങ്ങളെ, 2 ബാല്യക്കാര്, 3 പിതാക്കന്മാര്. അത് കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി അത് ആത്മിക ശൈശവത്വത്തെ കാണിക്കാണ്. യേശു വിളിക്കുന്നു കുഞ്ഞുങ്ങളെ. സ്തോത്രം. 2, എന്നെ വളരെ ചിന്തിപ്പിച്ചെന്നറിയാമോ? കർത്താവ് ആ രാത്രിയിൽ ആദ്യം അവരുടെ വിശപ്പടക്കി അവർക്ക് വേണ്ട ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടതെല്ലാം കരുതി. അടുത്തത് കർത്താവ് എന്ത് ചെയ്യുന്നു? പത്രോസിനെ മാനസാന്തരപ്പെടുത്തുകയാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ച് മടക്കി കൊണ്ടുവന്നിട്ട് തന്റെ കുഞ്ഞാടുകളെ മേയിക്കാനുള്ള ദൗത്യമേൽപ്പിക്കുന്ന കർത്താവ് ഈ രാത്രി എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരു പിന്മാറ്റക്കാരനാണെന്നും പറഞ്ഞ് നിന്നെ പ്രസ്ഥാനങ്ങൾ തള്ളിക്കളഞ്ഞേക്കാം, വ്യക്തികൾ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ ഈ ഏത് പിന്മാറ്റക്കാരനെയും പിന്തുടർന്ന് ചെന്ന് മടക്കി കൊണ്ടുവന്ന് അവനെ ദൗത്യമേൽപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിലരുടെ ലൈഫിൽ അങ്ങനെ ഒരു രാത്രിയാകാൻ പോകുകയാണ്. സ്തോത്രം. ചില പിന്മാറ്റക്കാരെ മടക്കി കൊണ്ടുവരുന്ന ചില പിന്മാറ്റക്കാർ ദൈവത്തിന്റെ കരുതലിന്റെ രുചി അറിയുന്ന രാത്രിയായി, ചില പിന്മാറ്റക്കാർ ദൈവിക ദൗത്യത്തിലേക്ക് മടങ്ങി വരുന്ന രാത്രിയായി ഈ രാത്രി പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുകയാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയൊക്കെ ആയിട്ടും
ആ പടകിന്റെ വലതുഭാഗത്ത് വീശാനൊക്കെ പറഞ്ഞിട്ടും ഞാൻ നിനക്ക് വേണ്ടി ചാകൂ എന്നൊക്കെ പറഞ്ഞ പത്രോസേ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ആ നിൽക്കുന്നത് നിന്റെ ഗുരുവാണെന്ന്? സ്തോത്രം. പക്ഷേ യേശു സ്നേഹിച്ച ശിഷ്യന് മനസ്സിലായി ആ നിൽക്കുന്നത് തന്റെ ഗുരുവാണെന്ന്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? സ്നേഹിച്ചവൻ ശബ്ദം തിരിച്ചറിഞ്ഞു. സ്തോത്രം. ചാകുവെന്ന് പറഞ്ഞവനല്ല ശബ്ദം തിരിച്ചറിഞ്ഞത്. പിന്നെ യേശു സ്നേഹിച്ചവൻ യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. യേശുവിനെ സ്നേഹിച്ചവൻ യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അതാണ് യോഹന്നാൻ 10 യേശു പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ തിരിച്ചറിയും. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയുന്നു, പ്രതിസന്ധിയുടെ രാത്രി മാറട്ടെ, ഭീരുത്വത്തിന്റെ രാത്രി മാറട്ടെ, സാത്താൻ ചിലരിൽ പ്രവേശിക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രികൾ മാറിയിട്ട് ഇന്ന് രാത്രിയിൽ ചിലർ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി ചില പിന്മാറ്റക്കാർ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന രാത്രിയായി തീരട്ടെ. ഈ രാത്രിയിൽ അതിനായി നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചിലരുടെ ലൈഫിൽ ഈ രാത്രി മുതൽ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുന്ന രാത്രിയാകാൻ പോകുകയാ. ഇന്നലെ വരെ പിന്മാറ്റക്കാരുടെ ലിസ്റ്റിലാണോ നിന്റെ പേര്? ഇന്ന് രാത്രി മുതൽ നിന്റെ പേര് പിന്മാറ്റക്കാരുടെ ലിസ്റ്റിലല്ല, കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുന്നവന്റെ ലിസ്റ്റിലാണ്. ഒരുമിച്ച് എല്ലാ കണ്ണുകളും അടച്ചിട്ട് പറ, കർത്താവേ, ഒരു നിമിഷം സമർപ്പിച്ചിട്ട് പറ, എന്റെ ലൈഫിൽ നിന്ന് പ്രതിസന്ധിയുടെ രാത്രികൾ മാറട്ടെ, ഭീരുത്വത്തിന്റെ രാത്രികൾ മാറട്ടെ, അതേ സാത്താൻ പ്രവേശിക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രികൾ മാറട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു അറിയാതെയൊക്കെ ചില പിന്മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കരുതലിന്റെ രുചികൾ മനസ്സിലാക്കി അങ്ങയുടെ ദൗത്യത്തിലേക്ക് മടങ്ങി വരുന്ന, അങ്ങയുടെ ശബ്ദത്തെ മനസ്സിലാക്കുന്ന രാത്രിയാകുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു സമർപ്പണത്തിലേക്ക് എത്ര പേര് വരുന്നു? ഞാൻ അവർക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിലൂടെ കർത്താവ് ഞങ്ങളെ പണിതുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലൈഫിലെ ഇരുണ്ട രാത്രികൾ മാറി ഇവിടെ ലൈഫിൽ ഉഷസ്സുദിക്കുന്ന മണിക്കൂറുകളാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും ലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.